കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ ഇതിൻ്റെ ഒരു വൈബ് വേറെ തന്നെ ഒരു ത്രില്ലായിരുന്നു. പഞ്ച് ഡയലോഗ്സിലും ഫൈറ്റും എല്ലാം കൊണ്ടും കംപ്ലീറ്റ്ലി ഇറ്റ് വാസ് വെരി ത്രില്ലിങ്. ഭയങ്കര എൻജോയബിൾ ആയിരുന്നു. എല്ലാവരും ഫാമിലിയോടുകൂടി കാണാൻ പറ്റിയ ഒരു നല്ല എൻ്റർടൈനറാണ്. ട്വിസ്റ്റും സസ്പെൻസ് ഒക്കെ ഉള്ള സിനിമയിൽ രവീണ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു. ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടറായിരുന്നു. പിന്നെ ഭയങ്കരമായിട്ട് സസ്പെൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് കൂടുതൽ സ്റ്റോറിയെ കുറിച്ച് പറയുന്നില്ല. പക്ഷേ റിയലി എൻജോയ്. എല്ലാവർക്കും ആശംസകൾ. തിയേറ്ററിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയാണ്. നല്ല എൻഗേജിങ് ആയിരുന്നു. ലാസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ലാഗൊന്നും ഫീൽ ചെയ്യാതെ നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റി. ആൻഡ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും സ്റ്റോറി ആണെങ്കിലും ആ ഒരു എല്ലാം നന്നായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. സോ തിയേറ്ററിൽ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ വർത്താണ്, നല്ലതാണ്. വെരി ഗുഡ് മൂവി. ത്രൂ ഔട്ട് സസ്പെൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് മ്യൂസിക് എടുത്തു പറയേണ്ടതാണ്. വളരെ നന്നായിട്ടുണ്ട്. എല്ലാം സ്റ്റോറി ആക്ടേഴ്സും എല്ലാവരും വെരി ഗുഡ്, വെരി സൂപ്പർ. നല്ലായിരുന്നു. നല്ല മൂവിയായിരുന്നു. എഡിറ്റിങ്ങും അവരുടെ ക്ലൈമാക്സ് നന്നായിരുന്നു, പ്രതീക്ഷിക്കാത്ത ഇത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും നന്നായി ആ മൂവി ഇങ്ങനെ കൊണ്ടുപോയി. നല്ല നല്ല സസ്പെൻസ് ആണല്ലോ. ഞാനിതിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിൻ്റെ ട്വിസ്റ്റ് എന്താണെന്നുള്ള എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇവിടെ ഇരുന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ നാളെ അടിപൊളി. എന്തൊക്കെ പുറത്തും ശരിക്കും പറഞ്ഞായിരുന്നു. എനിക്ക് അറിയില്ല ശരിക്കും പറഞ്ഞാൽ. സൂപ്പർ. നല്ല അടിപൊളി പടമാണ്. ഫാമിലിയായിട്ടും കാണാം. അടിപൊളി പടം. ത്രില്ലർ മൂവിയാണ്. ഐ മീൻ സസ്പെൻസ് ഉണ്ട് അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ അവസാനം. സസ്പെൻസാണ്. മ്യൂസിക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നല്ല മൂവിയാണ്. കുറേ നല്ല രീതിയിൽ സസ്പെൻസ് ഒക്കെ ഉണ്ട്. ത്രില്ലിംഗ് മൂവിയാണ്. നല്ല ത്രില്ലറായിരുന്നു. സോങ്സും അടിപൊളി. ഇഷ്ടം. നല്ല മൂവി. ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അടിപൊളി പടം. അടിപൊളി മസ്റ്റ് വാച്ച്. സൂപ്പർ പടം. അടിപൊളി പടം. തുടക്കം എങ്ങനെയാണെന്നുള്ളത് ഈ പടത്തിലൂടെ. സൂപ്പർ മൂവിയാണ്. ക്ലൈമാക്സ് രക്ഷയിലോ. വാണി വിശ്വനാഥ് തകർത്താടി. ശ്രീനാഥ് ബാസി. സ്റ്റോറി ഡയറക്ഷനൊക്കെ പൊളി. മൂവി എക്സ്പീരിയൻസ്, തിയേറ്റർ എക്സ്പീരിയൻസ് മൂവി ഭയങ്കര എൻ്റെ ആദ്യ ഫസ്റ്റ് അല്ല. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തിയേറ്ററിൽ ഇത് കാണുമ്പം എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമെന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. കാരണം പക്ഷേ ഞാൻ വിചാരിച്ച സ്ഥലത്തൊക്കെ ആൾക്കാരുടെ അവിടെ കയ്യടിയെല്ലാം കിട്ടുമ്പോൾ അത് ഞങ്ങളെപ്പോലുള്ള തുടക്കക്കാർക്കും എൻ്റെ കൂടെ വർക്ക് ചെയ്ത എൻ്റെ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനാണ്. അത് തന്നെ ഭയങ്കര സന്തോഷമാണ്. കാരണം അവിടെ ഒരു റെസ്പോൺസ് തിയേറ്ററിനകത്ത് കിട്ടുമ്പോൾ തന്നെ തുടക്കക്കാരൻ നിലയിൽ, ഡയറക്ടർ നിലയിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. തീർച്ചയായിട്ടും എന്താ പറയുക, എനിക്ക് എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ എല്ലാവരുടെയും ഓരോ കഷ്ടപ്പാടാണ്. എല്ലാ സിനിമയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും കഷ്ടപ്പെട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഞാനും എൻ്റെ സുഹൃത്തുക്കളും, അത് ഈ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, ബാസി ആയിക്കോട്ടെ, ലാൽ സാർ ആയിക്കോട്ടെ, രവീണ ആയിക്കോട്ടെ, വാണി ചേച്ചി ആയിക്കോട്ടെ, എല്ലാവരും, അഭിചേട്ടനടക്കം എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അത് റിപ്പോർട്ടുകൾ റിവ്യൂ നടത്തിയപ്പോഴും നല്ല റിപ്പോർട്ടാണ്. അപ്പോൾ അതേപോലെ തന്നെ റിവ്യൂ ഇപ്പം പറയുന്നുണ്ട്. കേൾക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷം. അതിപ്പം ഫസ്റ്റ് അത് എങ്ങനെയാണ്. ഇപ്പോൾ എല്ലാവരും കാണണം തിയേറ്ററിൽ. നിങ്ങളുടെയും കൂടി സപ്പോർട്ട് മാക്സിമം ഉണ്ടാകണം. ആദ്യ സിനിമയാണ്, പ്രതീക്ഷിക്കുന്നു. വെറുതെ ഒരു ഇതായിട്ട് മാത്രം കളയരുത്, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.